മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ യുഎഫ കോൺഫറൻസ് ലീഗ് കിരീടം ചെൽസി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് നടന്ന മത്സരത്തിൽ റിയൽ ബെറ്റിസിനെ 4-1 ചെൽസി പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ യുഎഫ കോമ്പറ്റീഷൻ നോക്കിക്കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, യൂറോപ്യൻ ലീഗ് അടിച്ചു, ഇപ്പോൾ കോൺഫറൻസ് ലീഗ് കിരീടവും ചെൽസി സ്വന്തമാക്കി. ഇങ്ങനെ 3 യുഎഫ ട്രോഫികൾ സ്വന്തമാക്കുന്ന ആദ്യത്തെ ടീമായിട്ട് ചെൽസി മാറിയിരിക്കുകയാണ്. ഫസ്റ്റ് ഹാഫിൽ ബെറ്റിസ് ചെൽസിയെ നന്നായിട്ട് വിറപ്പിച്ചിട്ടാണ് വിട്ടത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഒരു അടിപൊളി കംബാക്ക് നടത്താൻ ചെൽസിക്ക് കഴിയുകയും ചെയ്തു. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ ബെറ്റിസിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതുണ്ട്. 2-3 പേരുകൾ ഇവിടെ മെൻഷൻ ചെയ്യണം. ഒന്ന് ആന്റണി, ഇസ്കോ ആൻഡ് ഇസിൽസോയ്. ഇവർ 3 പേരും 3-4 കിഡിലം മൂവ്സ് ആദ്യത്തെ ഒരു 15-20 മിനിറ്റ്സിൽ ബെറ്റിസിന് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പൊ ചെൽസി കൊടുക്കുന്ന പല പാസുകൾ, എസ്പെഷ്യലി ഡിഫൻസിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് കൊടുക്കുന്ന പാസ് ആയാലും മിഡ്ഫീൽഡിൽ നിന്ന് ഓഫൻസിലേക്ക് കൊടുക്കുന്ന ത്രൂ പാസ് ആയാലും കൃത്യമായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ റിയൽ ബെറ്റിസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ റിക്കവർ ചെയ്തിട്ടുള്ള പന്തുകൾ കൗണ്ടർ അറ്റാക്കിലേക്ക് പോവുകയും ചെയ്തു. 9-ാം മിനിറ്റിൽ ഇതുപോലെ റിക്കവർ ചെയ്തിട്ടുള്ള ഒരു പന്ത് ലെഫ്റ്റ് വിങ്ങിലുള്ള ഇസൽസോയുടെ കാലിലേക്ക് പോന്നു. പുള്ളി ഒരു ടച്ച് എടുത്തുകൊണ്ട് ഡിഫൻസിനെ നള്ളിഫൈ ചെയ്തുകൊണ്ട് പോസ്റ്റിന്റെ റൈറ്റ് വിങ് കോർണറിലേക്ക് ഒരു ഷോട്ട് എടുക്കുന്നു. ഗോൾ കീപ്പർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 9-ാം മിനിറ്റിൽ 1-0 ലീഡിലേക്ക് റിയൽ ബെറ്റിസ് എത്തുകയാണ്. അതിനുശേഷം ഈ ലീഡ് 2-0 കൊണ്ടുപോകാൻ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ചാൻസ് ബെറ്റിസിന് കിട്ടി. ഇതേപോലെ റിക്കവർ ചെയ്തിട്ടുള്ള മറ്റൊരു പന്ത് ഓപ്പൺ പോസ്റ്റിൽ ഷോട്ട് അടിക്കാനുള്ള ചാൻസ് ബെറ്റിസ് വിട്ടുകളഞ്ഞു. ചെറിയ വ്യത്യാസത്തിൽ ഈ ഷോട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ബെറ്റിസിന്റെ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വൺ ഇന്റൻസിറ്റി ആയിരുന്നു. അവര് പെട്ടെന്ന് ആക്സിലേറ്റ് ചെയ്തുകൊണ്ട് ഡിഫൻസിലേക്ക് വരുന്നു, കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നു, വളരെ കൃത്യമായിട്ട് ബോൾ റിക്കവർ ചെയ്തിട്ട് മറ്റൊരു അറ്റാക്കിലേക്ക് പോകുന്നു. ഇങ്ങനെ നല്ലൊരു പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിന്റെ ആദ്യഘട്ടത്തിലൊക്കെ ബെറ്റിസ് കൊണ്ടുവന്നു. ചെൽസി വളരെ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫിൽ വന്നത്. റൈറ്റ് വിങ്ങിൽ പെഡ്രോ നെട്ടോ പല ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുമ്പോട്ട് പോയി. ലെഫ്റ്റ് വിങ്ങിൽ മധുവൊക്കെ 1-2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ പുള്ളിയെ നല്ല രീതിയിൽ മാർക്ക് ചെയ്യാൻ ഇവിടെ ബെറ്റിസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. 1-2 ക്രോസുകളൊക്കെ പോസ്റ്റിലേക്ക് എത്തി. പക്ഷേ ജാക്സണോ എൻസോക്കോ ഇതൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. കോൾ പാമറുടെ 2 ഹാഫിലുള്ള പെർഫോമൻസ് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ പുള്ളി ട്രൈ ചെയ്തു, പക്ഷേ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് പാമറുടെ സൈഡിൽ നിന്ന് കണ്ടില്ല. സെക്കൻഡ് ഹാഫിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് പാമർ കൊണ്ടുവരികയും ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡ് ബെറ്റിസിനുണ്ടായിരുന്നു. ആ ലീഡുമായിട്ട് അവർ മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫിലും ഈ 1-0 ലീഡ് പിടിച്ചു നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ ചെൽസി പതുക്കെ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി. അവര് കുറച്ചുകൂടി ഇന്റൻസിറ്റിയോടെ കളിക്കാൻ തുടങ്ങി. കൈസേഡോ എൻസോ ഒക്കെ പുഷപ്പ് ചെയ്തു. 1-2 ചാൻസുകൾ ഇവിടെ ജാക്സന് കിട്ടി. കോൾ പാമർക്ക് ഒരു ഹാഫ് ചാൻസ് വന്നു. അപ്പം തന്നെ വാർണിംഗ് സൈൻസ് ഉണ്ടായിരുന്നു. കാരണം ചെൽസി തിരിച്ചു വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളത്. 65-ാമത്തെ മിനിറ്റ് ആകുമ്പോഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. ഇവിടെ കോൾവിൽ ഡിഫൻസിലേക്ക് വരുന്നു, സാൻജോയിലേക്ക് എത്തി. അതോടുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സ്പേസ് പാമറിന് കിട്ടുകയാണ്. പാമർ മിഡ്ഫീൽഡ് ആയാലും റൈറ്റ് വിങ്ങിൽ പോസ്റ്റിലേക്ക് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പുള്ളി കൊടുത്തിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്രോസാണ് എൻസോ ഫെർണാണ്ടസ് ഗോളാക്കി മാറ്റുന്നത്. 65-ാമത്തെ മിനിറ്റിൽ അളന്ന് മുറിച്ചിട്ടുള്ള ഒരു ക്രോസ് പോസ്റ്റിലേക്ക് എത്തി. എൻസോക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. പുള്ളി ജസ്റ്റ് ഗൈഡ് ചെയ്ത് ആ ഷോട്ട് പോസ്റ്റിലേക്ക് എത്തിച്ചു. അത് കറക്റ്റായിട്ട് പോസ്റ്റിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 1-1 ചെൽസി കളിയിലേക്ക് തിരിച്ചു വന്നു. അതോടുകൂടി കളി ആകെ മാറി മറിഞ്ഞു എന്ന് പറയേണ്ടി വരും. പാമറുടെ മറ്റൊരു അസിസ്റ്റാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഇവിടെ ഡിഫൻസുമായിട്ടുള്ള ഒരു 1-on-1 സിറ്റുവേഷൻ. പുള്ളി കൃത്യമായിട്ട് ഡിഫൻസിനെ കബളിപ്പിച്ച് ഡ്രിബിൾ ചെയ്ത് ഈ പന്തുമായിട്ട് പോസ്റ്റിലേക്ക് എത്തുന്നു. ഒരു സ്കോർ ബോൾ പോസ്റ്റിലേക്ക് ഇടുകയാണ്. ഇവിടെ ജാക്സൺ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം. പുള്ളി കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് അത് പോസ്റ്റിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 1-0 പിറകിൽ നിന്ന ചെൽസി എന്താ പറയുന്നത് 2-1 കളിയിലേക്ക് തിരിച്ചു വരികയാണ്. പിന്നീട് കളി കില്ല് ചെയ്യാനുള്ള ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി ജാക്സൺ ഉണ്ടായിരുന്നു. പുള്ളിക്ക് കൊടുത്തിട്ടുള്ള ലോങ് ബോൾ സ്വന്തം ഹാഫ് നിന്ന് എടുത്ത് പോകുന്നു. അപ്പം പുള്ളിയുടെ ടച്ചൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ടെൻഷൻ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ എന്ന് അറിയില്ല. പുള്ളി ഒരു ലാസ്റ്റ് ടച്ച് എടുക്കാൻ ശ്രമിച്ചു, പക്ഷേ അതൊരു ഹെവി ടച്ച് ആയിരുന്നു. ഡയറക്റ്റ് ആയിട്ട് പോയത് ഗോൾ കീപ്പറുടെ കാലിലേക്കാണ്. ഇല്ലെങ്കിൽ
അതും ഒരു 1-on-1 സിറ്റുവേഷനിലായിരുന്നു. പുള്ളിക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചാൻസ് അവിടെ കളഞ്ഞു കുളിച്ചു. പക്ഷേ ചെൽസിക്ക് പണിയൊന്നും കിട്ടിയില്ല. മറ്റ് ടീമംഗങ്ങൾ സ്കോർ ചെയ്യാൻ തുടങ്ങി. 1-2 ഹാഫ് ചാൻസുകൾ ഇവിടെ റിയൽ ബെറ്റിസിന്റെ സൈഡിൽ നിന്നും വന്നു. പക്ഷേ കറക്റ്റായിട്ടുള്ള സമയം ആ ഇന്റൻസിറ്റിയോടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊണ്ടുവരാൻ ബെറ്റിസിന് കഴിഞ്ഞിട്ടില്ല. വന്ന സബ് ആയാലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പിന്നീട് സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ടുള്ള സാൻചോക്ക് ഡ്യൂസ്ബറി കൊടുത്തിട്ടുള്ള ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള അസിസ്റ്റ്, പുള്ളിയുടെ ഒരു ഗോൾ കൂടി വന്നതോടെ ചെൽസി കപ്പ് ഉറപ്പിച്ചു എന്ന് പറയേണ്ടി വരും. എന്നാൽ ചെറി ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞതുപോലെ ഇഞ്ചുറി ടൈമിൽ കൈസഡോടെ ഒരു മാരക ഷോട്ട് വരുന്നു. പുള്ളി സിഗ്നേച്ചർ ഗോളോടെ ലീഡ് 4-1 എന്ന രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അങ്ങനെ കോൺഫറൻസ് ലീഗ് കിരീടം ചെൽസിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. സെക്കൻഡ് ഹാഫിന്റെ അവസാനത്തെ 25 മിനിറ്റിൽ നല്ല ഇന്റൻസിറ്റിയോടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് മരസ്കയും ടീമും കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണ്. ബെറ്റിസിന് എവിടെയാണ് പിഴച്ചത്? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹാഫിലുള്ള ഇന്റൻസിറ്റി സെക്കൻഡ് ഹാഫിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. ഡിഫെൻസീവ് മാർക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ വളരെ പൂറായിരുന്നു. ഒരുപാട് ഓപ്പൺ ചാൻസുകൾ ഇവിടെ ചെൽസി പ്ലേയേഴ്സിന് റൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ അവർ കൊടുത്തു എന്നുള്ളതാണ്. 2 ഗോളുകൾ കൺസീഡ് ചെയ്തതോടെ ബെറ്റിസ് വളരെ ഓപ്പണായി. അവർ ആൾക്കാരെ പുഷപ്പ് ചെയ്യാൻ തുടങ്ങി. അത് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ചെൽസിക്ക് കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം. ടോപ്പ് 4 ഫിനിഷ് ചെയ്തു. അതിനുശേഷം മരസ്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോൺഫറൻസ് ലീഗ് കിരീടം വളരെ വളരെ അത്യാവശ്യമാണ്. അത് അവർ അടിക്കുകയും ചെയ്തു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.